പരസ്യപ്രചാരണം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ജമാഅത്തെ ഇസ്ലാമി PDP പിന്തുണ വിവാദങ്ങളിൽ നേതാക്കളുടെ വാക്പോര്. മുഖ്യമന്ത്രി നടത്തിയ ബോഡി വേസ്റ്റ് പരാമർശം വീണ്ടും ഉന്നയിച്ച് VD സതീശൻ. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. കൊട്ടിക്കലാശം ഒഴിവാക്കിയ PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു. ഇറാനിൽ സൈനിക ആണവ താവളങ്ങൾക്ക് പുറമെ ജനവാസ മേഖലകളിലും TV സ്റ്റുഡിയോയിലും ഉഗ്ര ആക്രമണം നടത്തി ഇസ്രയേൽ. 50ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. തിരിച്ചടിച്ച് ഇറാൻ. അല്പം മുമ്പും ഇസ്രയേലി തലസ്ഥാനത്ത് മിസൈൽ പതിച്ചു. സമാധാന പ്രമേയത്തിൽ ഒപ്പിടാതെ G7 ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങി. യുദ്ധഭീതി കനത്തതോടെ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള നീക്കവുമായി കേന്ദ്രം. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാറ്റി അർമേനിയയിൽ എത്തിച്ച വിദ്യാർത്ഥികളുമായി ആദ്യ വിമാനം നാളെ ഡൽഹിയിലേക്ക്. ഇറാനി ജനതയുടെ കൂട്ടപലായനം തുടരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷം. പലയിടത്തും മണ്ണിടിച്ചിൽ, മരങ്ങളും കടപുഴകി. കടലാക്രമണം രൂക്ഷമായ എറണാകുളം കണ്ണമാലിയിൽ തഹസീൽദാരുടെ ഉറപ്പ് വിശ്വസിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ച് തീരവാസികൾ. 6 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇപ്പൊ രാവിലെ വന്ന് ഞങ്ങൾ നടത്തിട്ട് ഇപ്പൊ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇപ്പൊ മാറി നിൽക്കണേണ്. അംബേദ്കറുടെയും ഗാന്ധിജിയുടെയും ബാനറുമായി സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ പ്രതിഷേധം. കേരള സർവകലാശാലയിലേക്ക് പ്രതിഷേധത്തിനിടെ ഗവർണർ എത്തി സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തു. പ്രതിഷേധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഇന്ത്യക്ക് ഔദ്യോഗിക ഭാരതാംബയില്ലെന്ന് മന്ത്രി P. പ്രസാദ്. കോഴിക്കോട് മലാപ്പറമ്പിൽ സെക്സ് റാക്കറ്റിന് നേതൃത്വം നൽകിയ കേസിൽ ഒളിവിലായിരുന്ന പോലീസുകാർ അറസ്റ്റിൽ. പോലീസ് ഡ്രൈവർമാരായ സീനിയർ CPO ഷൈജിത്തും CPO സനിത്തും പിടിയിലായത് താമരശ്ശേരിയിൽ നിന്ന്. നടക്കാവ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായ അവസ്ഥയിലാണ്. അല്പസമയം മുൻപും ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇന്നലെ രാത്രി ഇറാനിലെ ടെഹ്റാനുമേൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതിനിടെ ഇറാനിയൻ സൈനിക തലവൻ അലി ഷഡ്മിനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. തുടർച്ചയായ 5ാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഏതു സമയവും ഇത് യുദ്ധമായി മാറാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വാക്കുകൾ നൽകുന്ന സൂചന അതാണ്. ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടിയിൽ നിന്നും അടിയന്തരമായി മടങ്ങി. വെടിനിർത്തലിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയത്തിലാണ് തന്റെ മടക്കമെന്നായിരുന്നു വിശദീകരണം. പിന്നാലെ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. താൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടണമായിരുന്നു. ഇറാന് ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ലെന്നും ആവർത്തിച്ചു. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനി ഇല്ലാതായാൽ സംഘർഷം ഉണ്ടാകില്ലെന്നും അത് സംഘർഷം അവസാനിപ്പിക്കുമെന്നും ആയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമമാണിതെന്നും നെതന്യാഹു പറഞ്ഞു. Who are committed to destroying us in order to destroy you, to say that they should have nuclear weapons and ballistic missiles to deliver them to you, and to say that that's not your interest,
Well, we're fighting this war. We're taking the action. G7 രാജ്യങ്ങൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്തതിനപ്പുറം സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രായോഗിക നീക്കങ്ങളിലേക്കും കടന്നില്ല. ഇന്നലെ രാത്രി ടെഹ്റാനുമേൽ ഇസ്രയേൽ കനത്ത മിസൈൽ വർഷം നടത്തി. ഇറാൻ സൈനിക മേധാവി അലി ഷഡ്മി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ടെല്ലവീവിൽ മിസൈലുകൾ പതിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെല്ലവീവ് അടക്കം പ്രധാന പട്ടണങ്ങളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ പലതവണ അപായ സൈറണുകൾ മുഴക്കി. പലതവണ ജനങ്ങൾക്ക് ബോംബ് ഷെൽട്ടറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശവും വന്നു. ടെഹ്റാനിൽ സ്റ്റേറ്റ് ടെലിവിഷൻ ഓഫീസിനു നേരെ മിസൈൽ ആക്രമണമുണ്ടായി. ഇസ്രയേലിന്റെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ കബളിപ്പിച്ച ഇസ്രയേലിന്റെ പ്രതിരോധ മിസൈലുകൾ തന്നെ ഇസ്രയേലിൽ പതിച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഒരു വഴിക്ക് കനത്ത ആക്രമണത്തിലേക്കൊന്ന സൂചന ഇസ്രയേൽ നൽകുമ്പോൾ മറുവഴിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാനും നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി. ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റാനുള്ള നീക്കങ്ങൾ എംബസിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് മുഴുവൻ വിദ്യാർത്ഥികളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷം ഏതു സമയവും തുറന്ന യുദ്ധമായി മാറാം. ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ നീക്കം. വ്യോമപാത അടച്ചതിനാൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ കരമാർഗം അയൽ രാജ്യങ്ങളിൽ എത്തിക്കാനാണ് ശ്രമം. അവിടെ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലെത്തിക്കും. ഇസ്രയേലിലെ ടെല്ലവീവിൽ നിന്നും ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. യുദ്ധക്കെടുതികൾ കുറെ കൂടി രൂക്ഷമായ ഇറാനിൽ നിന്നും 110 മെഡിക്കൽ വിദ്യാർത്ഥികളെ കരവഴി അതിർത്തി കടത്തി അർമേനിയയിലെത്തിച്ചു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ടെഹ്റാൻ വിടണമെന്ന് നിർദ്ദേശം നൽകി. ഏറ്റവും കൂടുതൽ കെടുതികൾ നേരിട്ട ടെഹ്റാനിൽ നിന്നും 600ഓളം വിദ്യാർത്ഥികളെ സുരക്ഷിത നഗരമായ ഖോമിലേക്ക് മാറ്റി. ടെഹ്റാനുമേൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ മിസൈൽ വർഷത്തിൽ 5 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചെറുതെങ്കിലും പരുക്കേറ്റിരുന്നു. UAE വഴിയും ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ത്യൻ അഭ്യർത്ഥന മാനിച്ച് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കരവഴി ഇന്ത്യക്കാരെ എത്തിക്കാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇസ്രയേലിൽ 20,000-ഓളം ഇന്ത്യക്കാരുണ്ട്. 6,000-ഓളം വിദ്യാർത്ഥികളടക്കം 20,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുമുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആവേശത്തോടെ കൊട്ടിക്കലാശത്തിലേക്ക് നിലമ്പൂർ. നിലമ്പൂരിൽ 23 ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ഇന്ന് കലാശക്കൊട്ടാണ്. കലാശക്കൊട്ടിനൊരുങ്ങവെ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. ഭൂരിപക്ഷം 15,000 കടക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. 2026 വിജയത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുമെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്കുണ്ടാകണം. അപ്പൊ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്, വോട്ടർമാരോട് 2026 ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. UDF ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം. നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തങ്ങൾക്ക് അനുകൂലമായ കാറ്റാണ് നിലമ്പൂരിലെന്ന് LDF അവകാശപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പോടെ UDFന്റെ അടിത്തറ തകരുമെന്നും LDF നേതാക്കൾ പ്രതികരിച്ചു. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത, അവരെല്ലാമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കൈയാളുന്ന കോൺഗ്രസിന്റെ നയങ്ങളുടെ അടിത്തറ തകരാൻ പോവുകയാണെന്ന് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണുന്നു. ആ രാഷ്ട്രീയം കാലം, ചരിത്രം റദ്ദാക്കിയതാണ്. ചരിത്രത്തിന് വേണ്ടാത്ത ഇടതുപക്ഷ വിരോധത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത്. അതിന് ജനങ്ങളുടെ തിരിച്ചടിയായിരിക്കും നിലമ്പൂരിലെ
ബൈ ഇലക്ഷന്റെ ഫലമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. അവകാശം ജനങ്ങൾ വിനിയോഗിക്കട്ടെ. അപ്പൊ നമുക്ക് പറയാം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം ഉറപ്പിക്കും, ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ള അനുഭവങ്ങൾ നോക്കുന്നത്. ഇവരുടെ ഈ നിലപാടിനോട് UDF-ൽ തന്നെ പെട്ടിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ യോജിക്കുന്നില്ല. ഈ പറയുന്ന പരിഹാസത്തിനും ധിക്കാരത്തിനും എല്ലാം UDF-നകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നില്ല. അത് ജനങ്ങളുടെ ഒരു പൊതു പ്രതികരണമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. റോഡ് ഷോയും മണ്ഡലത്തിൽ സജീവമാണ്. മുന്നണി സ്ഥാനാർത്ഥികൾ സജീവമായി ഇന്ന് മണ്ഡലത്തിലുണ്ട്. റോഡ് ഷോ ഒഴിവാക്കി പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ന് PV അൻവർ ശ്രദ്ധിക്കുന്നത്. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ തിരുകേശ വിവാദം ഉയർത്തി UDF. ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണ LDF പ്രചാരണ വിഷയമാക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പഴയ ബോഡി വേസ്റ്റ് പരാമർശം UDF ഉയർത്തിക്കൊണ്ടുവരുന്നത്. ബോഡി വേസ്റ്റ് പരാമർശം നടത്തിയവർക്ക് ഇപ്പോൾ മൗനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പണ്ട് ഓർമ്മയുണ്ട്, ശ്രീ കുഞ്ഞാലി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ പിറം ഉപതെരഞ്ഞെടുപ്പ് വന്നു. പിറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ചാണ്. പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്. അത് പിറവത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. ഇവിടെ പറയില്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ എന്ന് പറയേണ്ടത് സതീശനല്ലെന്ന് TP രാമകൃഷ്ണൻ പ്രതികരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെ മാറാനാകുമെന്നായിരുന്നു A വിജയരാഘവന്റെ പ്രതികരണം. മലപ്പുറത്തെ വർഗീയമായി ബ്രാൻഡ് ചെയ്യാനുള്ള UDF ശ്രമം പരാജയപ്പെട്ടുവെന്നും LDF നേതാക്കൾ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട്, ഇപ്പോൾ ജമാഅത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. മൗദൂദിയുടെ സിദ്ധാന്തമാണ് അവർ മുറുകെ പിടിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട്, ഇപ്പോൾ ജമാഅത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? TG സജിത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജിത്ത്, അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ പഴയ പരാമർശങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ഉയർത്തിക്കാട്ടാനാണ് LDF ശ്രമിച്ചതെങ്കിൽ അവസാന ദിവസം ഈ ബോഡി വേസ്റ്റ് പരാമർശം ഉയർത്തിക്കൊണ്ടുവന്ന് എങ്ങനെയാണ് UDF ഒരു പ്രതിരോധം തീർക്കുന്നത്? എന്തൊക്കെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ സംഭവിക്കുന്നത്? ശ്രീജ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, സർക്കാരിന് മറുപടിയില്ല എന്ന് ആരോപിക്കുന്ന UDF തന്നെ UDF-നെതിരായി ഉയർന്ന ആരോപണത്തിന് മറുപടിയായി ഉന്നയിക്കുന്നത് മറ്റൊരു ആരോപണമാണ്. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ആക്ഷേപമാണ് മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ ആ പരാമർശം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് ഇടതുമുന്നണിയെ മാറ്റിയതുമാണ്. പിന്നീട് അക്കാര്യങ്ങൾ ഇടതു കേന്ദ്രങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായിട്ടതുമില്ല. ആ കാര്യം ഈ ഘട്ടത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന UDF-ന്റെ നീക്കത്തിന് പിന്നിൽ ഇടതുമുന്നണിക്ക് മറിച്ചൊരു രാഷ്ട്രീയ തന്ത്രം മെനയുക തന്നെയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ CPM ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായി ഈ വിഷയം ഉന്നയിക്കുന്നു എന്നതാണ് UDF-ന്റെ തന്ത്രം. ഇതാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന കാര്യവും. എന്തായാലും ഈ അവസാന നിമിഷവും ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നിർണായകമാകുന്നു എന്ന സാഹചര്യമാണ്. പൊതുവായി വികസന വിഷയങ്ങളും സർക്കാർ വിരുദ്ധ വികാരങ്ങളും അല്ലെങ്കിൽ സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കമോ ഒക്കെ പുറമേക്ക് നടിക്കാമെങ്കിൽ കൂടിയും അണിയറകളിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റൊരു തരത്തിൽ നടക്കുന്നു എന്നതാണ് സാഹചര്യം. അവിടെ വർഗീയത വിഷയമാവുന്നുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി വിവിധ സമുദായ സംഘടനകളുമായുള്ള ബന്ധം ചർച്ചയാവുന്നുണ്ട്. ഈ അവസാന മണിക്കൂറുകളിലും ഇത്തരം കൂടിയാലോചനകളും സന്ദർശനങ്ങളും ഒക്കെയായി മുന്നണികൾ അവസാനവട്ട നീക്കങ്ങളും നടത്തുന്നു എന്നാണ് സാഹചര്യം.
അത് UDF അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന വ്യത്യാസമില്ല, അത്തരം നീക്കങ്ങൾ തന്നെ നടക്കുന്നു എന്നതാണ്. അവസാന ഘട്ടത്തിലും ഇത്തരം വിഷയങ്ങൾ ഊന്നിയുള്ള ആരോപണങ്ങളിലേക്കാണ് തന്നെ പോകുന്നത്. കൊട്ടിക്കലാശം ആരംഭിക്കാൻ ഇനി ചുരുങ്ങിയ മണിക്കൂറുകളേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ കൊട്ടിക്കലാശം അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് വരും. അങ്ങനെ അവസാന ഘട്ടത്തിലും വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി പുതിയ തന്ത്രങ്ങൾ മെനയുന്നു മുന്നണികൾ എന്നതാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം. ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ വർഗീയ പരാമർശങ്ങളും അതിനുള്ള മറുപടികളും എതിർ പരാമർശങ്ങളും ഒക്കെയായാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്ന അവസാന മണിക്കൂറുകളിൽ. ഇനി ഏറ്റവും ഒടുവിൽ നടന്ന മറ്റൊരു സംഭവവികാസമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥിയുടെ സന്ദർശനം. അതും വലിയ ചർച്ചയാവുന്നുണ്ട് നിലമ്പൂരിലെ ഈ അവസാന മണിക്കൂറുകളിൽ. അതേസമയം സന്ദർശനം വ്യക്തിപരമാണെന്നും അത് തർക്ക വിഷയമാക്കേണ്ടതില്ലെന്നും LDF സ്ഥാനാർത്ഥി സ്വരാജ് പ്രതികരിച്ചു. സാധാരണ സന്ദർശനം മാത്രമാണെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഷൗക്കത്തോടെ പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചൊരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാനത് സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. വോട്ടഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശൻ്റെ, കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശൻ്റെ കുടുംബത്തെയും സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ്. അത് സാധാരണയുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനം ഉണ്ടായത്. പ്രകാശൻ്റെ കുടുംബത്തോട് കോൺഗ്രസ് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവലാതിയും പ്രയാസങ്ങളും അവർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതവർ സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേസമയം സ്വരാജ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ചതിൽ കൃത്യമായ മറുപടി പറയാൻ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായില്ല. UDF വോട്ടിൽ ഭിന്നത ഉണ്ടാവില്ല എന്നായിരുന്നു ഷൗക്കത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച VV പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDFിൽ ലഭിക്കും. ഈ വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് News 18 പറഞ്ഞു. സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ പോകണമെന്നില്ലെന്നും സ്വന്തം വീടിനടുത്തുള്ള പലയിടങ്ങളിലും ഷൗക്കത്ത് പോയിട്ടില്ല എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായ പോണത് ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട. എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ. CV അനുമോദ വിവരങ്ങളുമായി. അനുമോദ, ഈ അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ VV പ്രകാശിന്റെ വീട്ടിലെ സ്വരാജിന്റെ സന്ദർശനം ഒരു വാർത്തയാവുന്നു. അത് അങ്ങനെ യാദൃച്ഛികമായി വാർത്തയാവുന്നതോ ചർച്ചയാവുന്നതോ ആണോ, മറിച്ച് ഇങ്ങനെ ഒരു ചർച്ചയാക്കണം, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തൊട്ട് ഈ വിഷയം ഒളിഞ്ഞും തെളിഞ്ഞും പലയിടത്തായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിന്റെ പാരമ്യത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് എത്തിയിരിക്കുകയാണോ? ശ്രീജ, കൃത്യമായ രാഷ്ട്രീയ നീക്കമായിരുന്നു സ്വരാജിന്റെ. ഇന്നലെ രാത്രി 8:30 VV പ്രകാശിന്റെ വീട്ടിൽ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയും അതിന്റെ ഫോട്ടോകളും ദൃശ്യങ്ങളൊക്കെ ചാനലുകൾ സഹിതമാണ് പോയത്.
അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം അതിനെ കാണുവാൻ. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരേക്ക് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുവാൻ സ്വരാജിൻ്റെ ഈ നീക്കം കൊണ്ട് സാധിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ പ്രചാരണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരുന്നു, ഈ വിഷയത്തെ പ്രതിരോധിക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ ഈ കൊട്ടിക്കലാശ ദിവസം ഒരു വിവാദമുണ്ടാക്കി കോൺഗ്രസിൻ്റെ പ്രതിരോധത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാൻ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുവാനും കഴിയുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ട് അരുൺ ഷൗക്കത്തോടെ പോയിട്ടില്ല, ഷൗക്കത്ത് പോകാത്തതിൻ്റെ കാരണം കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചാലും പ്രവർത്തകർ താഴെത്തട്ടിലുള്ള അണികൾ ഇത് ഉൾക്കൊള്ളുമോ എന്ന ചോദ്യം ഉയരുന്നു. അത് രാഷ്ട്രീയമായിട്ടൊരു അടിയൊഴുക്കിന് കാരണമാകുമോ എന്ന ചോദ്യം ഉയരുന്നു. നമുക്കറിയാം PV അൻവർ ആദ്യം സന്ദർശിച്ചത് VV പ്രകാശിൻ്റെ വീട്ടിലാണ്. അന്നാണ് അവർ ആദ്യമായിട്ടൊന്ന് പ്രതികരിച്ചതും കോൺഗ്രസിന് ഒപ്പം നിൽക്കും, കോൺഗ്രസ് പതാകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ പുതപ്പിച്ചത്, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് പറയുന്നു അതാണ് രാഷ്ട്രീയമെന്ന് VV പ്രകാശിൻ്റെ ഭാര്യ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാണ്. അതേ കാര്യം തന്നെയാണ് കോൺഗ്രസ് ആവർത്തിക്കുന്നെങ്കിൽ പോലും കോൺഗ്രസിൽ VV പ്രകാശിൻ്റെ അണികളുടെ വോട്ടുകൾ, VV പ്രകാശിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ കാരണം കോൺഗ്രസിലെ കാലുവാറിലാണെന്ന് വിശ്വസിക്കുന്ന അണികളുടെ വോട്ടുകൾ ഏത് തരത്തിലേക്ക് ചായുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഉറപ്പ് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കാൻ സ്വരാജിൻ്റെ ഈ സന്ദർശനം കൊണ്ട് സാധിച്ചു. അങ്ങനെ മരിച്ചുപോയെങ്കിലും VV പ്രകാശ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീന ഘടകം, അദൃശ്യ സ്വാധീന ഘടകമായി മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂരിൽ ഇനി പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന ദിവസം ഈ അവസാന മണിക്കൂറുകളിൽ റോഡ് ഷോയുമായി മണ്ഡലത്തിൽ സജീവമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് വഴിക്കടവിലാണ് അവസാനിക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നതിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഇന്ന് സ്വരാജിന്റെ പ്രതികരണം. M സ്വരാജിന്റെ വാഹന പര്യടനം, ഈ കുട്ടിക്കലാശത്തിലേക്കുള്ള വാഹന പര്യടനം ആരംഭിക്കുകയാണ്. മരുതയിൽ നിന്ന്, നാരോക്കാവിൽ നിന്ന് ഈ വാഹന പര്യടനം ആരംഭിക്കുകയാണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണനും ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വാഹനപര തുടക്കത്തിലുണ്ട്. ഈ വാഹനത്തിലാകട്ടെ ജയമേഴ്സിക്കുട്ടിയമ്മയും VP സാനുവും ഉൾപ്പെടെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. K രാധാകൃഷ്ണൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP വാഹന പര്യടനം, വാഹന പ്രചരണ ജാഥ, അവസാന ദിവസത്തെ കുട്ടിക്കാലത്ത് മുമ്പുള്ള വാഹന പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് M സ്വരാജിന്റേത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. എത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ? ഇന്നത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തിയ ആദ്യ നിമിഷം മുതൽ ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുന്നവരും വർദ്ധിച്ചു വരുന്ന അനുഭവമായിരുന്നു. ഇപ്പോ മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരാകെ ആകാശത്തോളം ഉയർന്ന ആത്മവിശ്വാസവുമായാണ് നിൽക്കുന്നത്. നിലമ്പൂർ ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഇപ്പോ ഏറ്റവും ഉയർന്ന ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ജനതയുടെ ഐക്യദാർഢ്യമായി ഈ തെരഞ്ഞെടുപ്പ് മാറും. 9 വർഷത്തെ ഭരണം വിലയിരുത്തി വോട്ട് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരും ഒക്കെ, പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവശ്യപ്പെടുന്നത്. അത്രത്തോളം ആത്മവിശ്വാസമുണ്ടോ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അത് വോട്ടായി മാറുമെന്ന്? അസാധാരണമായ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. വീട്ടമ്മമാരുടെ പെൻഷൻ ഉടനെ പ്രാബല്യത്തിൽ വരണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിലേക്ക് നയിക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. നാടാകെ ആ മാറ്റം പ്രകടമാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20 മുതൽ കൊടുത്തു തുടങ്ങാൻ സർക്കാർ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് അസ്വാഭാവികമെന്നൊക്കെ UDF പറയുന്നുണ്ട്. എല്ലാ മാസവും ഇപ്പൊ കൊടുക്കുകയാണല്ലോ. മുൻപുണ്ടായിരുന്ന കുടിശ്ശികയും തീർത്തു കൊടുക്കുകയാണ്. അപ്പോ കൊടുക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊടുക്കുകയാണെങ്കിലാണ് ഈ പറയുന്ന വിമർശനത്തിന് പ്രസക്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിൽ കിട്ടും. ആ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. ഒരു അസ്വാഭാവികതയുമില്ല. വർദ്ധിച്ചു തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കും LDF. അത് കേരളത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കണമെന്ന നിലപാടാണ് ഞങ്ങളുടെ. ഈ വാഹന പ്രചരണത്തിന് തുടക്കത്തിന് വലിയൊരു പങ്കാളിത്തം കാണുന്നുണ്ട്. യുവാക്കൾ, പാർട്ടി പ്രവർത്തകർ, യുവജന പ്രവർത്തകർ ഒക്കെ വലിയ രീതിയിൽ ഈ
പ്രകടനത്തിന്റെ ഭാഗമായി അണിചേരുന്നു. ഇത് വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്നു, വഴിക്കട പഞ്ചായത്ത് ആരംഭിക്കുന്നു. വൈകിട്ട് 3 മണിയോടുകൂടി നിലമ്പൂരിൽ സമാപിക്കും. നിലമ്പൂരിൽ അതിനുശേഷമാകും കൊട്ടിക്കലാശത്തിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പോവുക. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം VV അരുൺ, ന്യൂസ് 18 നിലമ്പൂർ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും. ഇന്നത്തെ ദിവസം ജയത്തെക്കുറിച്ചല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ചർച്ചയെന്നും ജമാഅത്തെ ഇസ്ലാമി വിവാദമൊക്കെ LDF ഉണ്ടാക്കിയതാണെന്നും ആര്യാടൻ ഷൗക്കത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രചരണത്തിന് ബാക്കിയുള്ളത്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? നല്ല ആത്മവിശ്വാസം ഓരോ പ്രാവശ്യം ജയം എന്നതല്ല, നമ്മുടെ ഭൂരിപക്ഷം നല്ല രൂപത്തിലൊരു ഭൂരിപക്ഷം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് വൈബ് എല്ലാ വിഭാഗം ജനങ്ങളെടുത്തും ലഭിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പിലാവട്ടെ, അതല്ലെങ്കിൽ പിന്നെ മറ്റു വ്യാപാരികളാവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഇത്തവണ മുഖ്യ വിഷയമായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുക്കുക, ഉൾക്കൊള്ളുക എന്നാണ്? ജനങ്ങൾ ഇന്ന് ഒന്ന് നിലമ്പൂർ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ദുസ്ഥിതി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ആദ്യത്തെ സ്ഥാനാർത്ഥി വിഷയം മുതൽ അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി വിഷയം, ഇസ്രായേൽ യുദ്ധം വരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളെ ഒരു തരത്തിൽ സ്വാധീനിക്കില്ല. എല്ലാം സ്വാധീനിക്കും, എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും. പക്ഷേ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ചില ബോധപൂർവമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ LDF ശ്രമിച്ചു. അതിനൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. ഏറ്റവും അധികം സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ കൂടി കഴിഞ്ഞല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ? ഞാൻ നിലമ്പൂരിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണർ ആളുകളെ സ്ഥാനാർത്ഥി പര്യടന കാലത്തും പരമാവധി നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കുറച്ചും കൂടി വിപുലമായിരുന്നു. ഓരോ പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ആളുകൾ മഴ കൊണ്ട് കാത്തു നിൽക്കുക, വളരെ വൈകി എത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ പോസിറ്റീവ് വൈബ്. മാത്രമല്ല ഈ മഴക്കാലത്തൊന്നും നമ്മൾ ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് തന്നെ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ മടിയല്ലേ. പക്ഷെ അതൊന്നുമല്ല, നിലമ്പൂരിലെ ഈ മഴക്കാലം തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നതും കൂടിയാണ് കാണിക്കുന്നത്. UDFിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നത്. ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവാവട്ടെ, അതേപോലെ തന്നെ KPC പ്രസിഡന്റ് ആവട്ടെ, ലീഗ് നേതൃത്വം ഒക്കെ നിൽക്കും. ഇതൊക്കെ നിലമ്പൂരിലെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടാണല്ലോ. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിധി 2026 പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇനി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ജനം തീരുമാനിച്ചു, വരരുത് എന്ന് ജനം തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു കേളികൊട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. ഈ ജമാഅത്തെ വിവാദമൊക്കെ ഏതെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വിവാദങ്ങളൊക്കെ ആരുണ്ടാക്കുന്നതാണ്? വിവാദമാകുന്നത് അവർ തന്നെ വിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ കഴിഞ്ഞ കാലത്തൊക്കെ സഹായിച്ചു, അത് ഇടതുപക്ഷവും സമ്മതിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു. ഇടതുപക്ഷത്തെ സഹായിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന പ്രസ്ഥാനവും, അതേസമയം UDFനെ സഹായിക്കുമ്പോൾ അത് പിന്തിരിപ്പനും ഭീകരവാദ സംഘടനയൊക്കെ ആയി മാറുന്ന, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതല്ലേ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഒരു വോട്ട് പോലും ഭിന്നിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കില്ല എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പ്രജിത് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ നല്ല നിലയ്ക്ക് നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ K കരുണാകരന് താൽപര്യക്കുറവുണ്ടായിരുന്നു. പല UDF സർക്കാരുകളും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ വിമുഖത കാട്ടിയതായി മുഖ്യമന്ത്രി വിമർശിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിച്ച് CPM PB അംഗം A വിജയരാഘവൻ. കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോകാൻ കഴിയാത്തത് തിരക്കുകൊണ്ടാകാമെന്നായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. എല്ലാ UDF വീടുകളിലും പോകാൻ പറ്റുന്നില്ല. സ്വന്തം പാർട്ടിയിൽ
സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാരുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും വീട്ടിൽ പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിന്റെ, ഇവിടുത്തെ DCC പ്രസിഡന്റായിരുന്നു, പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ്. നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും തിരക്ക് കാരണം പറ്റാതിരുന്നതാവും. സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. വനത്തിനും വന്യജീവിക്കും മാത്രമല്ല മനുഷ്യനും സംരക്ഷണം വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതിന് നിയമ ഭേദഗതി വരുത്തണമെന്നും TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കടുവയെ പോലുള്ള വന്യജീവികൾ ഇവിടെ പുറത്തു വരുമ്പോൾ അവരെ നേരിടാൻ എന്താ വഴി? മനുഷ്യന്റെ സംരക്ഷണം എന്താ വഴി? ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത് നിയമ ഭേദഗതി വരുത്തണം. ജനങ്ങൾക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം വേണം. അത് സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം, നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമാണ്. അതിന് സഹായകരമായ നിലപാടാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ മറ്റു വാർത്തകൾ കൂടി നോക്കാം. SFI പ്രതിഷേധത്തിനിടെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സർവകലാശാല ആസ്ഥാനത്ത് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫ്ലക്സ് സ്ഥാപിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ഗവർണർക്കെതിരായ ബാനർ കെട്ടുന്നത് ആദ്യം പോലീസ് തടഞ്ഞെങ്കിലും കവാടത്തിൽ പ്രവർത്തകർ ബാനർ ഉയർത്തി. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പിനിടയിലാണ് SFI പ്രവർത്തകർ ഗവർണർക്കെതിരായ പരാമർശം ഉൾക്കൊള്ളുന്ന ബാനർ സർവകലാശാല ആസ്ഥാനത്ത് കെട്ടാൻ ശ്രമിച്ചത്. ഈ നീക്കം ബലപ്രയോഗത്തിലൂടെ പോലീസ് ചെറുത്തതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കനത്ത സുരക്ഷാ വലയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല ആസ്ഥാനത്തേക്ക്. പ്രധാന കവാടത്തിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും ബാനറുകൾ ഉയർത്തി SFI പ്രതിഷേധം. ഗോൾവാർക്കറിന്റെയും ഹെഡ്ഗേവാറിന്റെയും എല്ലാം ചിത്രങ്ങൾ, സവർക്കറിന്റെയും ചിത്രം മനസ്സിലും രാജ്ഭവനിലും സൂക്ഷിക്കുന്ന രാജേന്ദ്ര അർലേക്കർക്ക് ഗാന്ധിയുടെ ചിത്രത്തോട് തീർത്താർ തീരാത്ത കലി ഉണ്ടാവുകയാണ്. ഇത് RSSന്റെ ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി RSS അയച്ച ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ ഇതിനെ ആശയപരമായിട്ടാണ് നേരിടുന്നത്. ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേക്കറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചത്. സെനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷം ഗവർണർ പുറത്തേക്കിറങ്ങുമ്പോൾ പോലീസിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ക്യാമ്പസിനുള്ളിൽ ബാനർ ഉയർത്തി വീണ്ടും SFI പ്രവർത്തകർ. ഗാന്ധിയെ കൊന്ന സവർക്കറിനെ നിങ്ങൾ ഗവർണർ ഓർഡറുണ്ടോ? ന്യൂസ് 18 തിരുവനന്തപുരം. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. മറ്റ് എല്ലാ വാർത്തകളും വിശേഷങ്ങളും സകലമാന കേരളത്തിൽ കാണാം. ഭവ്യ പാർവതി ചേരും.